A very good morning, my dear students, and we are going to the next session of business management. And we were discussing about എന്തിനെക്കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് നമ്മുടെ അവസാനത്തെ ചാപ്റ്റർ ആണ്, എമർജിങ് കോൺസെപ്റ്റ്സ് ആണ്. ആ എമർജിങ് കോൺസെപ്റ്റ്സിൽ 2-3 കോൺസെപ്റ്റുകളൊക്കെ നമ്മൾ പഠിച്ചു തീർന്നു. നമുക്കിനി അടുത്ത കോൺസെപ്റ്റിലേക്കാണ് എന്ത് ചെയ്യേണ്ടത്, പോകേണ്ടത്. അടുത്ത കോൺസെപ്റ്റിൻ്റെ പേര് എന്താണെന്ന് ഞാൻ പറയാം. ദാറ്റ് ഈസ് ചേഞ്ച് മാനേജ്മെൻറ്റ് അല്ലേ. ചേഞ്ച് എന്ന് കേട്ടാൽ എന്താണെന്ന് നിങ്ങൾക്കറിയാം, മാനേജ്മെൻറ്റ് എന്താണെന്നുള്ളതും അറിയാം. ഇനി എന്താണ് ചേഞ്ച് മാനേജ്മെൻറ്റിൻ്റെ പ്രസക്തി, ഒരു ഓർഗനൈസേഷനിൽ എന്താണ് അതിൻ്റെ ഇമ്പോർട്ടൻസ്, എങ്ങനെയാണ് ചേഞ്ചിനെ നമുക്ക് മാനേജ് ചെയ്യാനായിട്ട് സാധിക്കുക. അപ്പോൾ നമ്മൾ ചിന്തിക്കും, ചേഞ്ച് ഇത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ചേഞ്ചിനെ മാനേജ് ചെയ്യാനായിട്ട് നമുക്ക് എളുപ്പമല്ലേ എന്നൊക്കെ നമ്മൾ വിചാരിക്കും. പക്ഷെ അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്നുള്ളതാണ് അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. എന്താണ് ചേഞ്ച് എന്ന് പറയുന്നത്? വാട്ട് ഈസ് ചേഞ്ച്? ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡൂയിങ് എ പെർട്ടിക്കുലർ തിങ് ഇൻ എ ഡിഫറെൻറ്റ് മാനർ, ദാറ്റ് ഈസ് ചേഞ്ച്. ഒരു പ്രത്യേക കാര്യം ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിൽ ചെയ്യുന്നതിനെ വിളിക്കുന്ന പേരാണെന്ത്? ചേഞ്ച്. ആൻഡ് യു നോ ദാറ്റ് അല്ലേ. ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിൽ, ഡിഫറെൻ്റ് ആയിട്ടുള്ള മാനറിൽ നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അതിനെ നമ്മൾ ചേഞ്ച് എന്ന് വിളിക്കും അല്ലേ. നമ്മളിപ്പോൾ എന്താ പറയുക, ഒരു ഭക്ഷണം കഴിക്കുന്നു, നമ്മൾ ഭക്ഷണശൈലി പണ്ടത്തെ ഭക്ഷണശൈലിയല്ല ഇന്നത്തെ ഭക്ഷണശൈലി അല്ലേ. അതിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡിഷസ്, ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്റ്റൈൽസ് ഓഫ് ഇത് വന്നിട്ടുണ്ട് അല്ലേ. ആ ഭക്ഷണ രീതിയിൽ തന്നെ അത് എന്ത് ചെയ്തിട്ടുണ്ട്, വന്നിട്ടുണ്ട്. സോ അത് എപ്പോഴും നമ്മൾ പറയുന്നതാണ്, ചേഞ്ച് ഇഷ്ടപ്പെടാത്തത് ആരുമില്ല അല്ലേ. എപ്പോഴും റൊട്ടീനായിട്ട് സ്ഥിരമായിട്ട് ഒരേ കാര്യം തന്നെ റിപ്പീറ്റഡായിട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഉണ്ടാവുന്നൊരു സംഭവമാണ് ബോറിങ് എന്ന് പറയുന്ന സംഭവം അല്ലേ. നമ്മൾ ആ ഒരു ഇങ്ങനെ എന്താ പറയുക, ഇഷ്ടപ്പെടാത്തൊരു ഇതിലേക്ക് എന്ത് ചെയ്യും, പോവും. അപ്പോൾ അതിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ, ചെറിയ മാറ്റങ്ങൾ ഒക്കെ കൂടിയിട്ട് നമ്മൾ അതിനെന്ത് ചെയ്യുക, വീണ്ടും സെയിം കാര്യം തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്, പക്ഷെ അത് ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു. സോ അതാണ് ചേഞ്ച് എന്ന് പറയുന്നത്. ഇനി വേറൊരു കാര്യം നമ്മൾ പറയുന്നത്, ഒരു ഓർഗനൈസേഷൻ്റെ ഒരു സെറ്റപ്പ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ, ഓർഗനൈസേഷൻ്റെ ഒരു പ്ലാറ്റ്ഫോം നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കാര്യം നമ്മളിപ്പോൾ തൊട്ട് നേരത്തെ നമ്മൾ പറഞ്ഞു, ചേഞ്ച് എല്ലാവർക്കും ഇഷ്ടമാണ്, ചേഞ്ച് ഇല്ലെങ്കിൽ ബോറടിക്കുന്നൊക്കെ നമ്മൾ പറഞ്ഞെങ്കിലും ഓർഗനൈസേഷൻ സെറ്റപ്പിൽ പ്രത്യേകിച്ച് നമ്മുടെ വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള മാറ്റേഴ്സ് വരുമ്പോൾ ചേഞ്ച് അത്രയധികം ആൾക്കാർക്ക് ഇഷ്ടമുള്ള കാര്യമല്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു കോംപ്ലക്സിറ്റി. അതായത് ട്രഡീഷണലായിട്ട് റുട്ടീനായിട്ടൊരു കാര്യം നമ്മൾ റിപ്പീറ്റഡായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും അതേസമയം പെട്ടെന്നൊരു ദിവസം ഒരു ചേഞ്ചിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് മാനേജ്മെൻറ്റ് ശ്രമിക്കുകയും ചെയ്യുമ്പോൾ ആദ്യത്തെ റെസ്പോൺസ് എന്ന് പറയുന്നത് മിക്കവാറും ഒരു 90-95% റിലക്റ്റൻസിയാണ്. റിലക്റ്റൻസി അല്ലെങ്കിൽ അതിനെ റിജക്റ്റ് ചെയ്യുന്നൊരു പരിപാടിയാണ് ആദ്യം തന്നെ ഉണ്ടാവുക. അതേസമയം പിന്നീട് കുറേ നാളത്തെ പരിശ്രമത്തിന് ശേഷമായിരിക്കും മുഴുവൻ ആൾക്കാരുടെയും സമ്മതം നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കുക, നേടിയെടുക്കാനായിട്ട് സാധിക്കുക. അതാണ് ഓർഗനൈസേഷൻ സെറ്റപ്പിലുള്ള ചേഞ്ചസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. നമുക്കറിയാം, പ്രത്യേകിച്ചും ഒരു ബിസിനസ് വേൾഡ് എന്ന് പറയുമ്പോൾ ചേഞ്ചസ് ഇടയ്ക്കിടയ്ക്ക് സംഭവിക്കേണ്ട അല്ലെങ്കിൽ സംഭവിക്കുന്ന ഒരു വേൾഡാണ് ബിസിനസ് വേൾഡ്. എസ്പെഷ്യലി ടെക്നോളജിയുടെ കേസ് എടുക്കുകയാണെങ്കിൽ തന്നെ അല്ലേ, ടെക്നോളജി ഈസ് റാപ്പിഡ്ലി ചേഞ്ചിങ് ആൻഡ് സംടൈംസ് ഇറ്റ് മേ ഇൻക്രീസ് ദ കോംപ്ലക്സിറ്റീസ് ഓഫ് വേരിയസ് ജോബ്സ് അല്ലേ. ടെക്നോളജി ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വളരെ ഈസി ആയിട്ട് ചെയ്തുകൊണ്ടിരുന്നൊരു ജോബ് വീണ്ടും പുതിയ കാര്യങ്ങൾ ചെയ്യേണ്ടി വരുന്നൊരു കോംപ്ലക്സിറ്റി ചിലപ്പോൾ ഉണ്ടായിന്ന് വരെ. ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നൊരു കാര്യം അതേസമയം പുതിയതായിട്ട് നമുക്കത് ചെയ്യണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പുതിയൊരു രൂപത്തിൽ നമുക്കത് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണ്ടി വരുന്നു, അത് കുറച്ച് ഇപ്പോൾ ഒരു പുതിയൊരു കോഴ്സ് നമ്മൾ പഠിച്ചാലേ അത് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആ കോഴ്സ് ചെയ്യാനായിട്ടുള്ള നമ്മുടെ ഒരു വിഷമം, അല്ലെങ്കിൽ അതിനുവേണ്ടി പൈസ ചിലവാക്കാനുള്ള നമ്മുടെ ഒരു വിഷമം, അതിനുവേണ്ടി ടൈം സ്പെൻഡ് ചെയ്യാനായിട്ടുള്ള വിഷമം. സോ അതൊക്കെ കൂടിയിട്ടാണ്, എല്ലാം കൂടി മിക്സറായിട്ടാണ് ഈ റിലക്റ്റൻസി എന്ത് ചെയ്യുന്നത്, വരുന്നത്. അപ്പോൾ അങ്ങനെ റിലക്റ്റൻസി വരുമ്പോൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ എംപ്ലോയീസ് അതിനെ ഒപ്പോസ് ചെയ്യും, ചേഞ്ചിനെ എന്ത് ചെയ്യും, ഒപ്പോസ് ചെയ്യും. അങ്ങനെ ഒരു ഗ്രേറ്റർ ഒപ്പോസിഷൻ അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിക്കഴിഞ്ഞാൽ മാനേജ്മെൻറ്റിന് ചിലപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റിയെന്ന് വരില്ല.
പ്രത്യേകിച്ച് ഇപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ ടെക്നോളജിയുടെ കേസിലുള്ള ചേഞ്ചസ്, ജോബിനെ അടിമുടി മാറ്റുന്ന അല്ലെങ്കിൽ ജോബിൻ്റെ സ്വഭാവത്തെ തീർത്തും മാറ്റിമറിക്കുന്ന രീതിയിലുള്ള മാറ്റങ്ങൾ പലപ്പോഴും എംപ്ലോയീസിന് ഇഷ്ടപ്പെടണമെന്ന് ഇല്ല. അങ്ങനെ വരുമ്പോഴാണ് എങ്ങനെയാണ് എംപ്ലോയീസിനെ കൊണ്ട് അത് ചെയ്യിപ്പിക്കാനായിട്ട് നമുക്ക് സാധിക്കുക, എങ്ങനെ അത് നമുക്ക് മാനേജ് ചെയ്യാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ചാപ്റ്ററിൽ നിങ്ങൾ റെസിസ്റ്റൻസ് ടു ചേഞ്ച് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് നിങ്ങൾ പലപ്പോഴും കേട്ടിട്ടുള്ളൊരു സംഭവമായിരിക്കും അത്, റെസിസ്റ്റൻസ് ടു ചേഞ്ച് അല്ലേ. ഒരു ചേഞ്ചിനോടുള്ള ഒരു പ്രതിരോധം അത് സ്വാഭാവികമാണ്, മാനുഷികമാണ്. അതിനെ നമുക്ക് അതേസമയം ഒരിക്കലും ഒരു ബിസിനസ് എൻവയോൺമെൻറ്റിൽ ചേഞ്ച് നമുക്ക് മാറ്റിക്കളയാൻ അല്ലെങ്കിൽ ചേഞ്ചിനെ ഉപേക്ഷിക്കാൻ നമുക്ക് സാധിക്കില്ല. ചേഞ്ച് കൂടിയേ തീരൂ. എസ്പെഷ്യലി നൗഡേയ്സ് ഓൾ ദ ബിസിനസ് കൺസേൺസ് ആർ ഡൂയിങ് ഗ്ലോബലൈസേഷൻ ആൻഡ് ഗ്ലോബലൈസേഷൻ ആക്ടിവിറ്റീസ്. ദെൻ വിതൗട്ട് ദിസ് ചേഞ്ച് അല്ല, പണ്ടത്തെ കാലത്ത് എങ്ങനെയാണോ ചെയ്തത്, പണ്ടത്തെ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം, പണ്ടത്തെ മാർക്കറ്റിംഗ് സിസ്റ്റം സെയിം അത് തന്നെ നമ്മൾ പിടിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല അല്ലേ. നമ്മൾ മാറിയേ നിവർത്തിയുള്ളൂ. എന്നാലേ ബാക്കിയുള്ളവരുമായിട്ട് നമുക്ക് കോമ്പീറ്റ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ, വിൻ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുള്ളൂ അല്ലേ. പണ്ട് കമ്പ്യൂട്ടർ വന്ന സമയത്ത് ഒരുപാട് ആൾക്കാരുടെ ഒരു റെസിസ്റ്റൻസ് ഉണ്ടായിരുന്നു. കമ്പ്യൂട്ടർ ഈസ് നോട്ട് എ ഗുഡ് സിസ്റ്റം അല്ലേ, കമ്പ്യൂട്ടർ ഒരിക്കലും ഉപയോഗിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സമരങ്ങളടക്കം അതിൻ്റെ പിന്നിൽ എന്ത് ചെയ്തിട്ടുണ്ട്, നടന്നിട്ടുണ്ട്. പക്ഷേ ഇന്ന് ആരാണ് കമ്പ്യൂട്ടർ യൂസ് ചെയ്യാത്തത്? ആർക്കാണ് കമ്പ്യൂട്ടർ യൂസ് ചെയ്യാൻ അറിയാത്തത്? യൂസ് ചെയ്യാൻ അറിഞ്ഞില്ലെങ്കിൽ നമുക്ക് അവിടെ പിടിച്ചു നിൽക്കാൻ സാധിക്കുമോ? അപ്പം അതാണ് ഈ ചേഞ്ചിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അതിനെ നമ്മൾ മാനേജ് ചെയ്തേ മതിയാവുള്ളൂ, എങ്ങനെയെങ്കിലും നമ്മളതിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തേ മതിയാവുള്ളൂ. സോ change is an inevitable part of an organization, so it should be managed very well. The manager should be capable to manage all the activities and to manage resistance to change also, and they should be capable to introduce the change in the organization in a good manner എന്നുള്ളതാണ് നമ്മളിവിടെ അതിന് വേണ്ടി എന്തൊക്കെ ചെയ്യാം എന്നുള്ളതാണ് ഈ ഒരു സെക്ഷനിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, പഠിക്കുന്നത്. ആൻഡ് ബിഫോർ ഗോയിങ് ഡീപ്പർ ഇൻ ടു ദ ടോപ്പിക് വി ക്യാൻ സീ ദ ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ചേഞ്ച് മാനേജ്മെൻറ്റ്. ചേഞ്ച് മാനേജ്മെൻറ്റിൻ്റെ പ്രധാനപ്പെട്ട ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. The first characteristic is that change management is about managing change to realize business results. The main aim of any type of organization is to obtain business results. And what are the business results? Business results are gaining or obtaining good profitability and to ensure customer satisfaction and to increase sales and to increase profitability and to increase the welfare of employees and customers, and all these are organization or business results. So we are in a position and we are compelled, as a businessman we are compelled to introduce all these changes in our organization because we aim at the acquisition of all these business results. ഇപ്പോൾ ബിസിനസ് റിസൾട്ട്സ് കിട്ടണം എന്നുള്ള നിർബന്ധമാണ്. ബിസിനസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ റിസൾട്ട് നമുക്ക് കിട്ടണം. അല്ലാതെ വെറുതെ ഒരു രസത്തിന് വേണ്ടി, തമാശയ്ക്ക് വേണ്ടിയിട്ടല്ല നമ്മൾ എന്ത് ചെയ്യുന്നത്, ബിസിനസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന റിസൾട്ടിലേക്ക് എത്തിച്ചേരണമെങ്കിൽ എന്ത് നിർബന്ധമാണ്? ബിസിനസ് റിസൾട്ട്സ് ഒബ്റ്റെയിൻ ചെയ്യേണ്ടത് അല്ലെങ്കിൽ ചേഞ്ച് ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടത് വളരെ നിർബന്ധമുള്ള കാര്യമാണ്. സോ ഇറ്റ്സ് വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് characteristics of change. And the next one, it implies the processes, tools and techniques for managing the people side of changes. ഈ ചേഞ്ച് മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ഈ ഒരു എമേർജിങ് കോൺസെപ്റ്റിൽ നമ്മൾ പ്രധാനമായും കാണുന്നത് എന്തൊക്കെ ടൂൾസ്, എന്തൊക്കെ മെത്തേഡ്സ്, എന്തൊക്കെ ടെക്നിക്സ് വി ക്യാൻ യൂസ് ടു മാനേജ് ദ പീപ്പിൾ സൈഡ് ഓഫ് ചേഞ്ചസ്. പീപ്പിൾ എസ്പെഷ്യലി നമ്മൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് നേരിടുന്നത് ആരെ മനസ്സിലാക്കാനും ആരെ മാനേജ് ചെയ്യാനാണ്? പീപ്പിളിനെ അല്ലേ. എപ്പോഴും ഒരു ഓർഗനൈസേഷൻ എന്ന് പറയാം, നമുക്കറിയാം ഫിസിക്കൽ എക്സിസ്റ്റൻസ് ഉള്ള ഒരേ ഒരു റിസോഴ്സ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ലിവിങ് ആയിട്ടുള്ള ഒരേ ഒരു റിസോഴ്സ് എന്ന് പറയുന്നത്
ആര് തന്നെയാണ്? എംപ്ലോയീസ് തന്നെയാണ്, ലേബറേഴ്സ് തന്നെയാണ്. ബാക്കിയൊക്കെ നോൺ ലിവിങ് ആണ് അല്ലേ? അതിന് നമുക്ക് എങ്ങനെ വേണമെങ്കിലും മാറ്റിമറിക്കാം അല്ലേ? പഴയ മെഷീനറിക്ക് പകരം പുതിയ മെഷീനറി വന്നു, ആ പുതിയ മെഷീനറി ജസ്റ്റ് ഒന്ന് വാങ്ങി വെച്ച് കഴിഞ്ഞാൽ മെഷീനറി സൈഡിൽ അത് ഓക്കെ ആയി. അതേസമയം ആ മെഷീനറി പ്രവർത്തിക്കാനായിട്ട് ആര് വേണം? മനുഷ്യന്മാർ വേണം. ആ മനുഷ്യന്മാരെ മാനേജ് ചെയ്യാനാണ് ഏറ്റവും ബുദ്ധിമുട്ട്. നമ്മൾ പറയാറുണ്ടല്ലേ, മനുഷ്യ മനസ്സ് എന്ന് പറയുന്നത് വളരെ കോംപ്ലിക്കേറ്റഡ് ആണ്, വളരെ കോംപ്ലക്സ് ആണ്. വി കനോട്ട് റീഡ് ഇറ്റ് വെരി വെൽ. ഒരിക്കലും നമുക്കതിന് ഇൻ്റർപ്രറ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അതുതന്നെയാണ് ഈ ചേഞ്ചിൻ്റെ കേസിലും വരുന്നത്. ആര് എങ്ങനെ എപ്പോൾ ഏത് രീതിയിലാണ് റിയാക്ട് ചെയ്യുന്നത് എന്ന് നമുക്കൊരിക്കലും കൃത്യമായിട്ട് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. നമ്മൾ പേടിക്കണം, ഇന്ന റെസ്പോൺസ് ഉണ്ടാവുമോ എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം? ഭയക്കണം. നമ്മൾ പറയുന്നതെല്ലാം അവരെന്ത് ചെയ്തോളണമെന്നില്ല, അനുസരിച്ചോളണമെന്നില്ല. അവരൊക്കെ ഡിഫറെൻറ്റ് പേഴ്സണാലിറ്റീസ് ഉള്ള ആൾക്കാരാണ്, ഡിഫറെൻറ്റ് വ്യൂ പോയിൻറ്റ്സ് ആണ് പലർക്കും ഉള്ളത്. സോ അതിനനുസരിച്ച് അവരെ മാനേജ് ചെയ്യേണ്ടത്. സോ എങ്ങനെയാണ് പീപ്പിളിനെ മാനേജ് ചെയ്യുന്നത്? അതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ടൂൾസ് എന്താണ്, ടെക്നിക്സ് എന്താണ്, മെത്തേഡ്സ് എന്താണ് എന്നുള്ളതാണ് ഈ ചേഞ്ച് മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് നമുക്ക് എന്ത് ചെയ്യുന്നത്? പറഞ്ഞു തരുന്നത്. സോ ദാറ്റ്സ് എ സെക്കൻഡ് ക്യാരക്ടറിസ്റ്റിക്. Third one is that it's a method for reducing and managing resistance to change when implementing process, technology or organizational change. അതായത് ചേഞ്ച് മാനേജ്മെൻറ്റിൽ നമുക്ക് പറഞ്ഞു തരുന്നത് പ്രധാനമായും ഹൗ ടു മാനേജ് ദ റെസിസ്റ്റൻസ്. എങ്ങനെയാണ് റെസിസ്റ്റൻസിനെ നമുക്ക് മാനേജ് ചെയ്യുക? റെസിസ്റ്റൻസിൻ്റെ മലയാളം അർത്ഥം ഞാൻ നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞ പ്രതിരോധം. പ്രതിരോധത്തെ എങ്ങനെ നമുക്ക് മാനേജ് ചെയ്യാം? ഒരു കാര്യം ചെയ്യണം അല്ലെങ്കിൽ ഒരു പുതിയ ചേഞ്ച് ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പോകുന്നു. സോ ഡു യു ആക്സെപ്റ്റ് ഓൾ ദീസ് ചേഞ്ചസ് എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് കേൾക്കാൻ ചിലപ്പോൾ സാധിക്കുന്നത് ഒരു 60% 70% നോ ആയിരിക്കും. സോ ഈ ഒരു റെസിസ്റ്റൻസിനെ എങ്ങനെയാണ് നമുക്ക് മാനേജ് ചെയ്യാനായിട്ട് സാധിക്കുക എന്നുള്ളതാണ് നമ്മൾ എവിടെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്? ദിസ് ചേഞ്ച് മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന കോൺസെപ്റ്റിൽ മാനേജ് ചെയ്യുന്നത്. ആൻഡ് എസ്പെഷ്യലി വെൻ ഇംപ്ലിമെൻറ്റിംഗ് പ്രോസസ്, ടെക്നോളജി ഓർ ഓർഗനൈസേഷണൽ ചേഞ്ച്. ഓർഗനൈസേഷൻ മൊത്തമായിട്ടുള്ളൊരു ചേഞ്ച് അല്ലാന്നുണ്ടെങ്കിൽ പ്രോസസ്സിന് മാത്രമായിട്ടുള്ള ചേഞ്ച്. ഫോർ എക്സാമ്പിൾ ഇൻസൈഡ് ദ ഡിപ്പാർട്ട്മെൻറ്റ് ചിലപ്പോൾ മാനേജറിൻ്റെ സ്ഥലമാറ്റമായിരിക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഒരു മെഷീനറിയും കൂടി വാങ്ങിയതായിരിക്കാം, അല്ലെങ്കിൽ കംപ്ലീറ്റ് സോഫ്റ്റ്വെയർ നമ്മൾ എന്ത് ചെയ്തതായിരിക്കാം, റിനോവേറ്റ് ചെയ്തതായിരിക്കാം, അല്ല എന്ത് വേണമെങ്കിലും ആവും. അപ്പോൾ പ്രോസസ്സിനോട് റിലേറ്റഡ് ആയിരിക്കാം, ടെക്നോളജി ബേസ്ഡ് ആയിരിക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ ഓർഗനൈസേഷനെ കംപ്ലീറ്റ് ബാധിക്കുന്ന തരത്തിലുള്ള, അതായത് ഇപ്പം നമ്മളിപ്പോൾ ഒരു ടേക്ക് ഓവർ ആയിരിക്കാം, നമ്മുടെ ബിസിനസ് വേറൊരു ബിസിനസ്സിനെ ടേക്ക് ഓവർ ചെയ്യുന്നതായിരിക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ബിസിനസ് വേറൊരു ബിസിനസ് കൺസേൺ നമ്മളെ ടേക്ക് ഓവർ ചെയ്യുന്നതായിരിക്കും. ഇതൊക്കെ മൊത്തമായിട്ട് ബാധിക്കുന്ന ചില ചേഞ്ചുകളാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ചേഞ്ചുകളെ എത്രത്തോളം റെസിസ്റ്റൻസ് ഉണ്ട്, ആ റെസിസ്റ്റൻസിനെ എങ്ങനെ നമുക്ക് മാനേജ് ചെയ്യാം. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് ചേഞ്ച് മാനേജ്മെൻറ്റ് ഈസ് നെസസറി കമ്പോണൻറ്റ് ഓഫ് എനി ഓർഗനൈസേഷണൽ ഇംപ്രൂവ്മെൻറ്റ് പ്രോസസ് ടു സക്സീഡ്, ഇൻക്ലൂഡിംഗ് പ്രോഗ്രാംസ് ലൈക്ക് ബിസിനസ് പ്രോസസ് റീ എഞ്ചിനീയറിംഗ്, TQM, TPM, just in time, POC, policy deployment, etc. These are various. ഇവിടെ കുറച്ച് ടേംസ് നിങ്ങൾ കാണുന്നുണ്ട്. കുറച്ചൊക്കെ ടേംസ് നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്, പഠിച്ചു കഴിയാത്തതും അതിൽ ഉൾപ്പെടുന്നുണ്ട്. ഓൾ ദീസ് ആർ സം ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ്സ് റിലേറ്റിംഗ് ടു മാനേജ്മെൻറ്റിനോട് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് പ്രധാനപ്പെട്ട ടേംസുകളാണ് അവിടെ പറഞ്ഞത്. നമ്മൾ TPMനെ കുറിച്ച് കേട്ടില്ലേ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കേട്ടിട്ടുണ്ട്. TQMനെ കുറിച്ച് കണ്ടിട്ടുണ്ട്. POC എന്ന് പറയുന്നത് വേറൊരു എമേർജിങ് കോൺസെപ്റ്റാണ്. ആൻഡ് ദിസ് പ്രോസസ് റീ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് വേറൊരു കോൺസെപ്റ്റാണ്. അപ്പോൾ ഇതൊക്കെ ഈ ഇങ്ങനെയുള്ള പുത്തൻ കോൺസെപ്റ്റുകൾ, ഇപ്പം നമ്മൾ ഈ ലാസ്റ്റ് ചാപ്റ്ററിൽ പഠിക്കുന്നത് പുത്തൻ ആശയങ്ങളാണ്. ഗ്ലോബൽ വേൾഡിൽ സക്സസ് ആയിട്ടുള്ള പുതിയ ആശയങ്ങളാണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ആശയങ്ങളെല്ലാം വിജയിക്കണമെങ്കിൽ അവിടെ എന്താവശ്യമാണ്? ചേഞ്ച് ആവശ്യമാണ്. മനസ്സിലായോ? ചേഞ്ച് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു കോൺസെപ്റ്റാണ്. അതേസമയം ഈ ചേഞ്ച് മാനേജ്മെൻറ്റ് ബാക്കി എല്ലാ കോൺസെപ്റ്റുകളെയും എന്ത് ചെയ്യുന്നുണ്ട്? ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ബാക്കി കോൺസെപ്റ്റുകളെല്ലാം വിജയിക്കണമെങ്കിൽ അവിടെ നടന്നിരിക്കണം? ചേഞ്ച് മാനേജ്മെൻറ്റ് അവിടെ നടന്നിരിക്കണം. ഓക്കെ, സോ ദിസ് ഈസ് അനദർ കോൺസെപ്റ്റ് ഓർ അനദർ ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറിസ്റ്റിക് ഓഫ് ചേഞ്ച് മാനേജ്മെൻറ്റ്. എന്തൊക്കെയാണ് നമ്മൾ കണ്ടത്? ചേഞ്ച് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്
ബിസിനസ് റിസൾട്ട് നേടിയെടുക്കാനായിട്ട് നമ്മളെ സഹായിക്കുന്നു. അതോടൊപ്പം തന്നെ ചേഞ്ച് മാനേജ് എന്ന് പറയുന്നത് പീപ്പിളിനെ എങ്ങനെ മാറ്റാം എന്നുള്ളത് നമ്മളെ പഠിപ്പിക്കുന്നു. മൂന്നാമതായിട്ട് കണ്ടത് റെസിസ്റ്റൻസിനെ എങ്ങനെ മാനേജ് ചെയ്യാം, അതിനു വേണ്ട ടൂൾസ് ആൻഡ് ടെക്നിക്സ് എന്തൊക്കെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്നു. നാലാമതായിട്ട് കണ്ടത് ഇവിടെ നമ്മൾ പഠിക്കുന്ന ഏത് തരത്തിലുള്ള പുതിയ കോൺസെപ്റ്റുകളാണെങ്കിലും ആ കോൺസെപ്റ്റുകളുടെ എല്ലാം വിജയത്തിന് എന്ത് അനിവാര്യമാണ്, ചേഞ്ച് മാനേജ്മെൻറ്റ് അനിവാര്യമാണ് എന്നുള്ളതാണ് അതിൻ്റെ ഒരു 4 ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്തത് പഠിച്ചത്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് വി ക്യാൻ ഗോ ടു the components of change management. Components of change management, and in components there are mainly 4 important components of change management. 4 കമ്പോണൻറ്റുകളെ കുറിച്ചിട്ടാണ് നമ്മളിവിടെ എന്ത് ചെയ്യുന്നത് പറയുന്നത്. അതിൽ ഫസ്റ്റ് വൺ ഈസ് ടൈപ്പ് ആൻഡ് ഡയമെൻഷൻ ഓഫ് ചേഞ്ച് മാനേജ്മെൻറ്റ്. ഏതൊക്കെ തരത്തിലുള്ള ഏതൊക്കെ ഡയമെൻഷനുകളിലുള്ള ചേഞ്ച് മാനേജ്മെൻറ്റുകളുണ്ട് എന്നുള്ളതാണ് ആദ്യത്തെ കമ്പോണൻ്റായിട്ട് നമ്മൾ പഠിക്കുന്നത്. ആൻഡ് സെക്കൻഡ് കമ്പോണൻ്റ് ഈസ് പ്രോസസ് ഓഫ് ചേഞ്ച്. പ്രോസസ് ഓഫ് ചേഞ്ചിലാണ് എന്താണ് റെസിസ്റ്റൻസ് ടു ചേഞ്ച്, ഹൗ വി ക്യാൻ മാനേജ് റെസിസ്റ്റൻസ് ടു ചേഞ്ച്, ഹൗ ടു ഓവർകം ദ റെസിസ്റ്റൻസ് ടു ചേഞ്ച് എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ പഠിക്കുന്നത്. ആൻഡ് തേർഡ് വൺ ഈസ് ഇൻട്രൊഡക്ഷൻ ഓഫ് ചേഞ്ച്. Introduction of change, and next one is monitoring the progress and making the change permanent. So these are the 4 important components of change management. ഏതൊക്കെ നമ്മൾ പറഞ്ഞു? ഫസ്റ്റ് നമ്മൾ കണ്ടത് which type and which dimension of change management we should introduce. It should be clearly determined, and only after that we can introduce that change in our organization. So the type of change as well as dimension. What do you mean by dimension? Dimension means to which area it will affect, only a department or the entire organization. So that's the dimension. So the dimension of change should also be determined. And the second one is the process of change, how we are going to introduce that change, and how much resistance will come from the part of employees, and how we are going to manage those resistances, and how we can overcome those resistances. So that's the second component. And the third component is that introducing the change. It's a practical step. We are introducing the change inside the organization after completely resolving all the resistance from the part of employees. We are introducing very successfully the change, the required change inside our organization. And the last one is, the last component we have told is that monitoring the progress of change management. And after introducing the change, we should monitor how much it is successful. എത്രത്തോളം സക്സസ്ഫുൾ ആണ്. പഴയ ടെക്നോളജി മാറ്റി പുതിയ ടെക്നോളജി നമ്മളെല്ലാവരെയും പറഞ്ഞ് വിശ്വസിപ്പിച്ച് നമ്മൾ എന്ത് ചെയ്തു, ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് എത്രത്തോളം അതിന് മെച്ചമുണ്ട്, എത്രത്തോളം അത് സക്സസ്ഫുള്ളാണ്, ചേഞ്ചിൽ എന്തെങ്കിലും നമ്മൾ ചേഞ്ച് നടത്തിയത് ശരിയായിട്ടുണ്ടോ, നമ്മുടെ മാനേജ്മെൻറ്റ് ഓക്കെ ആണോ എന്നുള്ളത് നമ്മൾ തന്നെ എന്ത് ചെയ്യണം, പരിശോധിച്ചിട്ട് അതിലെന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നുണ്ടെങ്കിൽ നമ്മളതിനെ റിവൈസ് ചെയ്യേണ്ടി വരും, ആവശ്യത്തിന് മാറ്റങ്ങൾ അതിൽ വരുത്തേണ്ടതായിട്ട് വരും. ഓക്കെ, സോ ദീസ് ആർ ദി 4 important processes or 4 important components of change management. The first one we can study in detail. The first one is type and dimension of this change management. Type and dimension, and while studying about the change, we can classify the changes broadly into 2. There are mainly or broadly the change can be divided into 2, and the first change is known as strategic change, and the second change is known as process change. Strategic change and process change. And what is the difference between these 2 type of changes? What do you mean by strategic change? This word strategy we have seen earlier. That is, it's a type of plan. Strategy is a type of plan, and it happens, this type of planning happens very rarely inside our organization.
and it's a serious type of planning. ഓക്കെ, സോ ദാറ്റ് ഈസ് സ്ട്രാറ്റജി എന്ന് പറയുന്നത് എപ്പോഴും സംഭവിക്കുന്ന കാര്യമല്ല, അതായത് വല്ലപ്പോഴും സംഭവിക്കുന്ന ഒരു ചേഞ്ച്, അതിന് വിളിക്കുന്ന പേരാണ് സ്ട്രാറ്റജിക് ചേഞ്ച്. റുട്ടീനായിട്ട് നടക്കുന്നതിനെയാണെങ്കിൽ നമുക്ക് സ്ട്രാറ്റജിക് ചേഞ്ച് എന്ന് വിളിക്കാനായിട്ട് സാധിക്കില്ല, വല്ലപ്പോഴും മാത്രം സംഭവിക്കുന്നത്. അതിനൊരു എക്സാമ്പിൾ നമുക്ക് പറയാനായിട്ട് സാധിക്കുമോ? പറയാം. മെർജിങ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ സ്ട്രാറ്റജിക് ചേഞ്ച്. മെർജ് ചെയ്യുക. എന്താണ് മെർജിങ് എന്ന് നിങ്ങൾക്കറിയാം. ലൈക്ക്വൈസ് ടേക്ക് ഓവർ is an important type of change or important type of strategic change, and expansions, modifications, and building a new plant and starting and launching a new product, all these are strategic change, very important change. And the peculiarity of this type of change is that it affects almost all departments and all areas of the business organization. That's the importance of this strategic change. സ്ട്രാറ്റജിക് ചേഞ്ചിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെരി കെയർഫുള്ളി മാത്രമേ നമ്മളതിനെക്കുറിച്ച് തീരുമാനിക്കാവൂ. ചേഞ്ച് ഇൻട്രൊഡ്യൂസ് ചെയ്യണോ എന്നുള്ളത് ഒരു 10-100 വട്ടം ആലോചിച്ചതിന് ശേഷം മാത്രമേ നമ്മളത് ചെയ്യാനായിട്ട് പാടുള്ളൂ. മാത്രമല്ല, ചെയ്ത് കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് ഓർഗനൈസേഷൻ അല്ലാതെ ഒരു സെക്ഷൻ ഓഫ് ഓർഗനൈസേഷനെ മാത്രമല്ല അത് എന്ത് ചെയ്യുന്നത്, ബാധിക്കുന്നത്. കംപ്ലീറ്റ് ഓർഗനൈസേഷൻ അത് എന്ത് ചെയ്യും, ബാധിക്കുകയും ചെയ്യും. അറ്റ് ദ സെയിം ടൈം നമുക്കറിയാം, അങ്ങനെ ബാധിക്കുന്നത് കൊണ്ട് തന്നെ ഇക്കണോമി സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിലും പ്രോഫിറ്റബിലിറ്റി സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിലും ഒക്കെ നമ്മൾ എന്താണ്, റെസ്പോൺസിബിളാണ്. ഒരു ഹെവി റെസ്പോൺസിബിലിറ്റി നമുക്കുണ്ട് എന്നുള്ളതാണ് ഈ സ്ട്രാറ്റജിക് ചേഞ്ചിൻ്റെ പ്രത്യേകത. സോ വളരെ സീരിയസ് ആയിട്ട് മാത്രം നമ്മൾ എടുക്കേണ്ട ചേഞ്ചാണ് ഏത്, സ്ട്രാറ്റജിക് ചേഞ്ച് എന്ന് പറയുന്നത്. എക്സാമ്പിളുകൾ അവിടെ കൊടുത്തിട്ടുള്ളത് ലൈക്ക് മെർജേഴ്സ്, അക്വിസിഷൻസ്, ഡൈവേഴ്സിഫിക്കേഷൻസ്, ടെക്നോളജിക്കൽ അപ്ഗ്രഡേഷൻ etc. are examples of this types of change. What do you mean by diversification? You know what is acquisition or takeovers. Diversification, what do you mean by diversification? Diversified products, variety products, അല്ലേ, എന്താ പറയുക, 1-2 പ്രൊഡക്ട്സ് മാത്രം ഉണ്ടാക്കിക്കൊണ്ടിരുന്ന കമ്പനീസ് ഇപ്പോൾ 100 അതിലധികമോ പ്രോഡക്ട്സ്, ഡിഫറെൻറ്റ് വെറൈറ്റി ഓഫ് പ്രോഡക്ട്സ് എന്ത് ചെയ്യുന്നു, ഉണ്ടാക്കി വിൽക്കുന്നു. ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് ഡൈവേഴ്സിഫിക്കേഷൻ, അല്ലേ. ആൻഡ് സാറ്റിസ്ഫൈങ് ഡിഫറെൻറ്റ് ആൻഡ് വെറൈറ്റി കസ്റ്റമേഴ്സ്, ദ നീഡ്സ് ഓഫ് വെറൈറ്റി, ഒന്നില്ലെങ്കിൽ വെറൈറ്റി കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ വെറൈറ്റി നീഡ്സ് ഓഫ് ദ സെയിം കസ്റ്റമേഴ്സ്. ഇതിനെയൊക്കെ നമുക്ക് എന്തെന്ന് വിളിക്കാം, ഡൈവേഴ്സിഫിക്കേഷൻ എന്ന് നമുക്ക് വിളിക്കാം. സോ ലൈക്ക് ഡൈവേഴ്സിഫിക്കേഷൻ, technological upgradations, and all these can be called as a strategic change. And the next one is process change. Process change is also known as or it can be explained as the change that will affect only a particular department or only a particular division, etc. And in most cases it will not seriously affect the entire organization. That's a peculiarity of process change. ഏതെങ്കിലും ഒരു പ്രത്യേക പ്രോസസ്സിനെ മാത്രം എഫക്റ്റ് ചെയ്യുന്ന, ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഡിപ്പാർട്ട്മെൻറ്റിനെ മാത്രം എഫക്റ്റ് ചെയ്യുന്ന. ഓക്കെ, ഇപ്പോൾ ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റിലെ റെക്കോർഡിംഗ് സിസ്റ്റം അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ്സിൽ എന്തെങ്കിലും വ്യത്യാസം വന്നു കഴിഞ്ഞാൽ അത് ആ ഡിപ്പാർട്ട്മെൻറ്റിനെ മാത്രമേ ബാധിക്കുള്ളൂ, അല്ലാതെ ബാക്കിയുള്ള ഡിപ്പാർട്ട്മെൻറ്റുകളെ അത് എഫക്റ്റീവായിട്ട് അല്ലെങ്കിൽ വളരെ കാര്യമായിട്ട് ബാധിക്കണമെന്നില്ല, അല്ലേ. അപ്പോൾ അതുപോലെ ചില പ്രോസസ്സുകളെ മാത്രം, പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാലോ. എന്താ പ്രോസസ്സ്? ഇറ്റ്സ് എ സെറ്റ് ഓഫ് ആക്ടിവിറ്റീസ് ടു കംപ്ലീറ്റ് എ പെർട്ടിക്കുലർ ടാസ്ക്, ദാറ്റ് ഇസ് നോൺ ആസ് പ്രോസസ്സ്. ദെൻ ആ പ്രോസസ്സിനെ മാത്രം എഫക്റ്റ് ചെയ്യുന്നതാണെങ്കിൽ അത് അത്ര സീരിയസ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. സാധാരണ പ്രോസസ്സ് ചേഞ്ചുകൾ റുട്ടീനായിട്ടോ അല്ലെങ്കിൽ കുറച്ചും കൂടി ഫ്രീക്വൻ്റ്ലിയോ സംഭവിക്കുന്ന ഒരു ചേഞ്ചാണ്. സോ അത്രയും സീരിയസ് ആയിട്ട് നമ്മൾ നോക്കിയില്ല, നമുക്ക് വലിയൊരു നഷ്ടമോ അല്ലെങ്കിൽ അതിനോടനുബന്ധിച്ചിട്ടുള്ള കുഴപ്പങ്ങളോ ഉണ്ടാവാനായിട്ടുള്ള സാധ്യത വളരെ കുറവാണ്. സോ അങ്ങനെയാണ് ബ്രോഡ്ലി നമുക്കതിനെ എന്ത് ചെയ്യാനായിട്ട് സാധിക്കുക, ഡിഫൈൻ ചെയ്യാനായിട്ട് സാധിക്കുക. ലൈക്ക് ഇവിടെ എക്സാമ്പിളുകൾ കൊടുത്തിട്ടുണ്ട്. ദാറ്റ് ഈസ് ഇൻഫർമേഷൻ ടെക്നോളജി, ലൈക്ക് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ടെക്നോളജി, ക്വാളിറ്റി ആൻഡ് മാർക്കറ്റിംഗ് ചേഞ്ചസ്. ഇപ്പോൾ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റിനെ മാത്രം ബാധിക്കുന്ന ചില കാര്യങ്ങളായിരിക്കാം, അല്ലെങ്കിൽ ടെക്നോളജീനെ മാത്രം ബാധിക്കുന്നതായിരിക്കാം. സോ അങ്ങനെയൊക്കെ വരുമ്പോൾ അത് വലിയൊരു വാസ്റ്റ് എഫക്റ്റ് അവിടെ ഉണ്ടാക്കിയെന്ന്
വരില്ല. സോ ദീസ് ആർ ദ 2 broad classifications of change. And next we can see the important types of ചേഞ്ച്. ഏതൊക്കെ തരത്തിലുള്ള ചേഞ്ച് നമുക്കൊന്നും കൂടി ഇത് ബ്രോഡ് ക്ലാസിഫിക്കേഷനാണ് നമ്മൾ ഈ സ്ട്രാറ്റജിക് ആൻഡ് പ്രോസസ്സ് നമ്മൾ കണ്ടത്. ഇനി ഒന്നും കൂടി ഒന്ന് മൈന്യൂട്ടായിട്ട് നമുക്ക് എത്ര ടൈപ്പ് ഓഫ് ചേഞ്ചസ് ഉണ്ട് എന്ന് നമുക്ക് എന്ത് ചെയ്ത് നോക്കാം. അവിടെ ഒരു 4 തരം ചേഞ്ചസിനെ കുറിച്ച് കൊടുത്തിട്ടുണ്ട്. ദ ഫസ്റ്റ് ചേഞ്ച് ഈസ് ടാസ്ക് ചേഞ്ച്. സെക്കൻഡ് വൺ ഈസ് സ്ട്രക്ചറൽ ചേഞ്ച് എയിംസ് അറ്റ് മോഡിഫൈയിങ് ദ സ്ട്രക്ചർ. Third one is technological change, and fourth one is people or behavioral change. These are the 4 important types of changes. First one is task change, second one is structural change, and it can be otherwise called as the strategic change, or it will affect the entire organization. And the next one, C, or the third type is technological change, and the last one is people related or behavioral change. Okay, these are the 4 types of change. And what do you mean by task change? This change aims at changing the product or service portfolio of the organization. Product or service portfolio. And what do you mean by portfolio? Do you know the meaning of the term portfolio? Portfolio means സാധാരണ മാനേജ്മെൻറ്റിൽ അത്രയും ഇമ്പോർട്ടൻ്റ് അല്ലാത്തൊരു വേർഡാണ് പോർട്ട്ഫോളിയോ. ഈ പോർട്ട്ഫോളിയോ എന്നുള്ള വാക്കിന് ഇൻവെസ്റ്റ്മെൻറ്റിനോട് റിലേറ്റഡ് ആയിട്ട് വളരെയധികം പ്രാധാന്യമുള്ള വാക്കാണ്. അതിനെ നമുക്ക് റിലേറ്റ് ചെയ്യിക്കേണ്ട. എങ്കിലും പോർട്ട്ഫോളിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കോമ്പിനേഷൻ ഓഫ്, ഇവിടെ അർത്ഥമാക്കുന്നത് കോമ്പിനേഷൻ ഓഫ് സം പ്രോഡക്ട്സ്, അതാണ് ഉദ്ദേശിക്കുന്നത്. പ്രോഡക്ട്സ് ഓർ സർവീസസ്. ഇപ്പോൾ ഒരു ഓർഗനൈസേഷൻ തന്നെ ഡിഫറെൻറ്റ് പ്രോഡക്ട്സ്, നമ്മൾ നേരത്തെ ഡൈവേഴ്സിഫിക്കേഷനെ കുറിച്ച് നമ്മൾ പറഞ്ഞു, ഡിഫറെൻറ്റ് പ്രോഡക്ട്സ് ഉണ്ടാക്കുന്നുണ്ട് അല്ലേ. ഇപ്പോൾ കാജ എന്ന് പറയുന്ന കമ്പനി, പണ്ടൊക്കെ ഞങ്ങൾ പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് കാജ ഇറ്റ്സ് ഇമ്പോർട്ടൻ്റ്, ഓർ ദ വൺ ആൻഡ് ഓൺലി പ്രൊഡക്റ്റ് ഈസ് ഇതിൻ്റെ പ്രൊഡക്റ്റിൻ്റെ പേര് BD ആയിരുന്നു, കാജ BD. ബട്ട് nowadays you know that there are so many products produced by kaja. So it's a method of diversification അല്ലേ. അപ്പോൾ ആ ഒരു പോർട്ട്ഫോളിയോ, ആ ഒരു കോമ്പിനേഷൻ, നമ്മൾ ഉണ്ടാക്കുന്ന പ്രോഡക്ട്സുകളുടെ ആ കോമ്പിനേഷൻ, അതിന് വിളിക്കുന്ന പേരാണ് എന്ത്, പോർട്ട്ഫോളിയോ. അപ്പോൾ ആ പോർട്ട്ഫോളിയോ തീരുമാനിക്കാനും അതിൽ ചേഞ്ച് വരുത്താനും, ചിലപ്പോൾ എണ്ണം കൂട്ടാനായിരിക്കാം, ചിലപ്പോൾ എണ്ണം കുറയ്ക്കാനായിരിക്കാം, പല കാര്യങ്ങളും അവിടെ നടക്കാം. സോ അതിനൊക്കെ വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, ടാസ്ക് റിലേറ്റഡ് ആയിട്ടുള്ള ചേഞ്ചസ് എന്തൊക്കെയാണ് എന്നുള്ളത് കുറച്ച് മൈന്യൂട്ടായിട്ടുള്ള ചേഞ്ചസുകളെ കുറിച്ചിട്ട് അവിടെ പറയുന്നുണ്ട്. ദാറ്റ് ഈസ് മെർജിങ് വിത്ത് എ ഫേം ഇൻ അൺറിലേറ്റഡ് ബിസിനസ്, diversifying into additional businesses, selling or outsourcing a segment of organization to another party, expanding the existing domain via collaborations, alliances and joint ventures. So these are various task related changes. എന്തൊക്കെയാണ് നമ്മൾ കണ്ടത്? merging with a firm in unrelated business. It's an important thing. ഒരു ഫേമുമായിട്ട് നമ്മൾ മെർജ് ചെയ്യുക. നമ്മൾ നേരത്തെ സ്ട്രാറ്റജിക് ടാസ്കിൽ നമ്മൾ കണ്ടിരുന്നു, മെർജിങ് നടത്തുക, എസ്പെഷ്യലി വിത്ത് ആൻ അൺറിലേറ്റഡ് ബിസിനസ്. ഒട്ടും റിലേറ്റഡ് അല്ലാത്ത ബിസിനസ്സുമായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ റിലേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ മെർജ് ചെയ്യുക. ഇറ്റ്സ് എൻ ഇമ്പോർട്ടൻറ്റ് ടാസ്ക്. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് ഡൈവേഴ്സിഫൈങ് ഇൻ ടു അഡീഷണൽ ബിസിനസ്സസ്. ഒന്നുകൂടി ഡൈവേഴ്സിഫൈ ചെയ്യുക, പുതിയ പ്രോഡക്റ്റുകൾ നമ്മൾ ഉൽപ്പാദനം ആരംഭിക്കുക, പുതിയ സർവീസുകൾ നമ്മൾ കൊടുക്കാൻ ആരംഭിക്കുക. സോ ഓൾ ദീസ് ആർ പാർട്ട് ഓഫ് ടാസ്ക് ചേഞ്ച്. നെക്സ്റ്റ് വൺ, സെല്ലിംഗ് ഓർ ഔട്ട്സോഴ്സിങ് എ കംപ്ലീറ്റ് ഡിവിഷൻ. ഒന്നില്ലെങ്കിൽ സെല്ല് ചെയ്യുക, അല്ലെങ്കിൽ ഔട്ട്സോഴ്സ് ചെയ്യുക. ഒരു കംപ്ലീറ്റ് ഡിവിഷനെ അങ്ങനെ തന്നെ വേറെ ഏതെങ്കിലും ബിസിനസ് പാർട്ടീസിനെ ഏൽപ്പിച്ചു കൊടുക്കുക. നമ്മൾ ഔട്ട്സോഴ്സിങ് എന്താണെന്ന് നിങ്ങൾക്കറിയാം. നമുക്ക് ചെയ്യാൻ പറ്റാത്ത പണി വേറൊരു ഏജൻസിനെ ഏൽപ്പിക്കുന്നതാണ് ഔട്ട്സോഴ്സിങ്. അത് ചിലപ്പോൾ ഫിനാൻസിങ് ആയിരിക്കാം, മാർക്കറ്റിംഗ് ആയിരിക്കാം, അഡ്വർടൈസ്മെൻ്റ് ആയിരിക്കാം. ഏറ്റവും നമുക്ക് ഇതുള്ളത് അഡ്വർടൈസ്മെൻ്റ് ആണ് അല്ലേ. അഡ്വർടൈസ്മെൻറ്റ് നമ്മൾ സ്വന്തമായിട്ട് ചെയ്യുന്നതിന് പകരം പുറമെയുള്ള ആൾക്കാരെ കൊണ്ട് ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ അവരുടെ എക്സ്പേർട്ട് യൂസ് ചെയ്ത് കുറച്ചും കൂടെ നല്ല രീതിയിൽ അവരെന്ത് ചെയ്യും, അഡ്വർടൈസ്മെൻറ്റ് ചെയ്യും. അത് നമുക്ക് വളരെയേറെ ഗുണം ചെയ്യുകയും ചെയ്യും. സോ അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യണത്, ഔട്ട്സോഴ്സ് ചെയ്യണത്. ഒന്നില്ലെങ്കിൽ ഔട്ട്സോഴ്സിങ് ആയിരിക്കാം, അല്ലെങ്കിൽ സെല്ലിംഗ് ആയിരിക്കാം. നമ്മുടെ ഒരു കംപ്ലീറ്റ് ഡിവിഷനെയോ അല്ലെങ്കിൽ കംപ്ലീറ്റ് സെക്ഷനെയോ നമ്മൾ സെല്ല് ചെയ്യുകയോ ഔട്ട്സോഴ്സ് ചെയ്യുകയോ ചെയ്യുക. അങ്ങനെ ചെയ്യുകയാണെങ്കിലും അതിനെ എന്തെന്ന് വിളിക്കുന്നത്, ടാസ്ക് ചേഞ്ച് എന്നാണ് നമ്മൾ വിളിക്കുന്നത്. നെക്സ്റ്റ് വൺ, എക്സ്പാൻഡിങ് ദ എക്സിസ്റ്റിംഗ് ഡൊമെയിൻ
എക്സിസ്റ്റിംഗ് ഡൊമൈൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ടെക്നോളജി, പൊതുവായിട്ടുള്ളൊരു ടെക്നോളജി യൂസ് ചെയ്യാനായിട്ട് കൊളാബറേഷനിലൂടെ നമുക്ക് എന്ത് ചെയ്യും സാധിക്കും. അതുപോലെ തന്നെ ചില കോൺട്രാക്റ്റ് അലയൻസസുകൾ നമുക്ക് എന്ത് ചെയ്യാം വെക്കാം. ജോയിൻറ്റ് വെഞ്ചേഴ്സ് നമുക്ക് എല്ലാവരും കൂടി ബിസിനസ് കൺസേൺസ് എല്ലാവരും കൂടി ഒരുമിച്ചിട്ടുള്ള ചില സംരംഭങ്ങൾക്ക് നമുക്ക് എന്ത് ചെയ്യാം. അപ്പം അങ്ങനെ വരുമ്പോൾ കുറച്ചും കൂടി എക്കണോമിക്കലായിട്ട് നമുക്ക് കാര്യങ്ങൾ, കോമൺ ആയിട്ടുള്ള ഡാറ്റാബേസ്, കോമൺ ആയിട്ടുള്ള ടെക്നോളജി, കോമൺ ആയിട്ടുള്ള റോ മെറ്റീരിയൽസ്, ഇതൊക്കെ നമുക്ക് യൂസ് ചെയ്യാനും നമ്മൾക്ക് വെറുതെ ബൾക്കായിട്ട് പൈസ കൊണ്ടിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് പകരം നമുക്ക് കുറച്ചും കൂടി ലാഭകരമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാനും അത് നമ്മുടെ പ്രൈസിൽ റിഫ്ലക്റ്റ് ചെയ്യിപ്പിക്കാനൊക്കെ നമുക്ക് സാധിക്കുന്ന രീതിയിലുള്ള ചേഞ്ചസ്, ഇതൊക്കെയാണ് ടാസ്ക് ചേഞ്ചസ് ആയിട്ട് അവിടെ പറഞ്ഞിരിക്കുന്നത്. അതോടൊപ്പം തന്നെ സ്ട്രക്ചറൽ ചേഞ്ചസിനെ കുറിച്ച്, അതായത് എന്താണ് സ്ട്രക്ചർ, യു നോ വാട്ട് ഈസ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ അല്ലേ. ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്താണെന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ ഓർഗനൈസേഷൻ സ്ട്രക്ചറിനെ ബാധിക്കുന്ന രീതിയിലുള്ള ചേഞ്ചസ്, പ്രത്യേകിച്ചും മേക്കിംഗ് ദ ഓർഗനൈസേഷൻ മോർ സെൻട്രലൈസ്ഡ് ആൻഡ് ഡീസെൻട്രലൈസ്ഡ്. ഈ സിലബസിൽ തന്നെ നമ്മൾ സെൻട്രലൈസേഷനെ കുറിച്ചും ഡീസെൻട്രലൈസേഷനെ കുറിച്ചും അതോടൊപ്പം തന്നെ ഓർഗനൈസേഷൻ സ്ട്രക്ചറിനെ കുറിച്ചൊക്കെ പഠിക്കുന്നുണ്ട് അല്ലേ. എന്താ ഓർഗനൈസേഷൻ സ്ട്രക്ചർ? ദിസ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഡിഫൈൻസ് ഹൗ ദ people and how the various positions inside the organization they are related with each other, and this is the definition for organization structure. ഇതാണ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്ന് പറയുന്നത്. There are various types of structure. Formal structure is there, informal structure is there, line structure is there, line and staff structure, and ചിലപ്പോൾ +2 നിങ്ങളത് പഠിച്ചിട്ടുണ്ടായിരിക്കാം. അപ്പോൾ അങ്ങനെ ആ ഒരു സ്ട്രക്ചറിനെ ഡിഫൈൻ ചെയ്യുന്ന ആ ഒരു ഇൻ്റർ റിലേഷൻഷിപ്സ് അല്ലെങ്കിൽ ആ ഒരു ഇൻ്റർ ഡിപ്പെൻഡൻസി ഡിഫൈൻ ചെയ്യുമ്പോൾ അവിടെയുള്ള ചില കാര്യങ്ങൾ, അതിലുണ്ടാവുന്ന ചില മാറ്റങ്ങൾ, ആ മാറ്റങ്ങളാണ്. അവയിൽ ആദ്യമായിട്ട് പറഞ്ഞിരിക്കുന്നത് എന്തിനെ കുറിച്ചിട്ടാണ്? 2 ടേംസ് അവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. അതേതാ? സെൻട്രലൈസേഷൻ ആൻഡ് ഡീസെൻട്രലൈസേഷൻ. എന്താണ് സെൻട്രലൈസേഷൻ, എന്താ ഡീസെൻട്രലൈസേഷൻ? സെൻട്രലൈസേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് എ സിസ്റ്റം ഇൻ വിച്ച് all the important decisions in an organization will be taken only by the top management, and these decisions will be communicated to the middle and lower sections of people, and they are obliged to do all the instruction and to obey all the instructions given to them. That's a system of centralization. Centralization എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോപ്പ് മാനേജേഴ്സ് എന്ത് എടുക്കുക, ഡിസിഷൻ എടുക്കുക, താഴേക്ക് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, താഴെയുള്ളവരത് എന്ത് ചെയ്യുക, അനുസരിക്കുക. ദാറ്റ് ഈസ് സെൻട്രലൈസേഷൻ. സെൻട്രലൈസേഷൻ ആ വേർഡിൽ തന്നെ അതിൻ്റെ മീനിങ് പറയുന്നുണ്ട്. സെൻട്രലൈസ് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ കോൺസെൻട്രേറ്റിംഗ് ദ പവർ, നമ്മൾ പവർ വിട്ടുകൊടുക്കുകയല്ല ചെയ്യണത്, നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. കോൺസെൻട്രേറ്റിംഗ് ദ പവർ ഇൻ ദ ഹാൻഡ്സ് ഓഫ് ദ ടോപ്പ് മാനേജ്മെൻറ്റ്, ദാറ്റ് ഈസ് സെൻട്രലൈസേഷൻ. ദെൻ വാട്ട് യു മീൻ ബൈ ഇതിന് നേരെ ഓപ്പോസിറ്റാണ് ഡീസെൻട്രലൈസേഷൻ. Then what is decentralization? Decentralization means we are disseminating and we are delegating the authority of decision making to the middle and lower levels of management, and this is known as decentralization. So when we are changing, if it's a centralized organization, if it is made if it is changed to a decentralized organization, it's an important change, it's a structural change അല്ലേ. സെൻട്രലൈസേഷനിൽ നിന്ന് ഡീസെൻട്രലൈസേഷനിലേക്കായാലും ഡീസെൻട്രലൈസേഷനിൽ നിന്ന് സെൻട്രലൈസേഷനിലേക്കായാലും അതെന്ത് തന്നെയാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചേഞ്ച് തന്നെയാണ്. സ്ട്രക്ചറിനെ അതെന്ത് ചെയ്യുകയും ചെയ്യും, ബാധിക്കുകയും ചെയ്യും. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് ബ്രോഡനിങ് ആൻഡ് നാരോവിങ് സ്പാൻ ഓഫ് കൺട്രോൾ. ഇറ്റ്സ് അനദർ ഇമ്പോർട്ടൻറ്റ് തിങ്. ഇത് വാക്കുകളൊക്കെ നിങ്ങൾ കേട്ടിട്ടുള്ളതാണ് അല്ലേ. സെൻട്രലൈസേഷൻ കേട്ടു, ഡീസെൻട്രലൈസേഷൻ കേട്ടിട്ടുള്ള +2 പഠിക്കുമ്പോൾ. ഇനി ഇതേ അടുത്ത ടേം അവിടെ പറഞ്ഞിരിക്കുന്നു, ദാറ്റ് ഈസ് സ്പാൻ ഓഫ് കൺട്രോൾ. സ്പാൻ, ആൻഡ് വാട്ട് യു മീൻ ബൈ സ്പാൻ? സ്പാൻ ഓഫ് കൺട്രോൾ ദ സെയിം ഈസ് ഓൾസോ നോൺ ആസ് സ്പാൻ ഓഫ് മാനേജ്മെൻറ്റ്, സ്പാൻ ഓഫ് ഡയറക്ഷൻ. ഇതൊക്കെ അതിൻ്റെ ആ സെയിം കോൺസെപ്റ്റിൻ്റെ പേരുകൾ തന്നെയാണ്. എന്താണ് സ്പാൻ ഓഫ് കൺട്രോൾ? സ്പാൻ ഓഫ് കൺട്രോൾ മീൻസ് it's a optimum number of people that can be managed by a single supervisor or a single manager is known as span of control അല്ലേ. അതായത് ഒരു മാനേജർക്ക് കൺവീനിയൻ്റ് ആയിട്ട് സൂപ്പർവൈസ് ചെയ്യാൻ പറ്റുന്ന, കൺവീനിയൻ്റ് ആയിട്ട് നോക്കാൻ പറ്റുന്ന സബോർഡിനേറ്റ്സിൻ്റെ എണ്ണത്തിനെ വിളിക്കുന്ന പേരാണ് സ്പാൻ ഓഫ് കൺട്രോൾ അല്ലെങ്കിൽ സ്പാൻ ഓഫ് മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ സ്പാൻ ഓഫ് ഡയറക്ഷൻ.
And there are so many factors affecting this span of control, like the experience of superior as well as subordinate, the expertise of superior as well as the subordinate. Okay, the work, the nature of work they are doing, so both by the superior and the subordinate, and all this will affect the span of control. And if we are changing this span of control, if we are changing, maybe there may be 10 numbers. Under a supervisor there is working 10 people or 10 subordinates. We are changing, if we are adding 5 more persons, it will become 15. So it's a change, it's a structural change. അപ്പോൾ ആ സ്ട്രക്ചർ അങ്ങനെ തന്നെ എന്ത് ചെയ്തു, മാറി അല്ലേ. അപ്പോൾ ഇൻ്റർ റിലേഷൻഷിപ്സ് അവിടെ എന്ത് ചെയ്തു, മാറി. സോ ഇറ്റ്സ് എ സ്ട്രക്ചറൽ. അപ്പോൾ സ്പാൻ ഓഫ് കൺട്രോളിൽ നമ്മൾ മാറ്റം വരുത്തുന്നുണ്ടെങ്കിൽ അതൊരു സ്ട്രക്ചറൽ ആയിട്ടുള്ള മാറ്റമാണ്. ഓർഗനൈസേഷൻ സ്ട്രക്ചറിന് അതെന്ത് എഫക്റ്റ് ചെയ്യും. ആൻഡ് നെക്സ്റ്റ് വൺ, റീഅലോക്കേറ്റിംഗ് അതോറിറ്റി. അതോറിറ്റീനെ നമ്മൾ റീഅലോക്കേറ്റ് ചെയ്യുക. അല്ല, വൺസ് അതോറിറ്റി റെസ്പോൺസിബിലിറ്റി റിലേഷൻഷിപ്സ് ഹാവ് ബീൻ ഡിഫൈൻഡ് ആൻഡ് കമ്മ്യൂണിക്കേറ്റഡ്, after that we are analyzing and we are revising this authority responsibility relationship. It will also affect the structure of our business concern. So that is known as reallocating. It's also a structural change. The next one, adopting a new structure itself. We are adopting a new structure, and you know that this organization structure can be drawn in a diagram and can be represented in a diagram, and so that we are changing that diagram and we are changing the complete organization structure. So that is adopting a new structure. Next one, making changes in the plans, policies, methods and rules of the organization. പ്ലാനിലും മെത്തേഡ്സിലും റൂൾസിലും ഒക്കെ എന്ത് വരുത്തുക, വ്യത്യാസം വരുത്തുക, അതും ഒരു കാര്യമാണ്. സോ അതൊരു സ്ട്രക്ചറൽ. അപ്പോൾ ഇങ്ങനെ ഉള്ള സ്ട്രക്ചർ. അപ്പോൾ നേരത്തെ കണ്ടത് നമ്മൾ ടാസ്ക് ചേഞ്ചുകളാണ്. രണ്ടാമതിപ്പോൾ നമ്മൾ കണ്ടത് സ്ട്രക്ചറിനെ എഫക്റ്റ് ചെയ്യുന്ന സ്ട്രക്ചറൽ ചേഞ്ചസുകളാണ്. നമ്മൾ ഇനി മൂന്നാമതായിട്ട് കാണുന്നത് ടെക്നോളജിക്കൽ ചേഞ്ചുകളാണ്. ടെക്നോളജിക്കൽ ചേഞ്ചസ് എന്താണെന്നുള്ളത് നമുക്കറിയാം അല്ലേ. വെൻ വി ആർ ഇൻട്രൊഡ്യൂസിങ് newer and sophisticated technologies in our organization, especially for the purpose of for the betterment of the performance of job, but for a better performance of a job. So clearly this is known as a technological change. And next one is people or behavioral change. People or behavioral change. Likewise, a man or an employee can be changed at 3 levels. Here there is an indication of 3 levels, like knowledge level, behavioral level as well as attitude level. അല്ലേ, നോളജ് ലെവലിൽ അവനെ നമുക്ക് മാറ്റാം, അവൻ്റെ ബിഹേവിയറൽ ലെവലിൽ മാറ്റാം, അതോടൊപ്പം തന്നെ ആറ്റിറ്റ്യൂഡ് ലെവലിൽ മാറ്റാം. ആൻഡ് ദർ ഷുഡ് ബി എ ഡിസയേർഡ് ചേഞ്ച് ഇൻ ദ മൈൻഡ്സ് ഓഫ് പീപ്പിൾ ഹു ആർ വർക്കിംഗ് വിത്ത് ദ ഓർഗനൈസേഷൻ. And that desired change can be occurred, and it is made possible with a proper system of ചേഞ്ച് മാനേജ്മെൻറ്റ് അല്ലേ. നമ്മുടെ ഓർഗനൈസേഷനിലേക്ക് വന്ന എംപ്ലോയീസിനെ കുറച്ചും കൂടി നമ്മൾ ആഗ്രഹിക്കുന്ന ആൾക്കാരായിട്ട്, അവരുടെ ആറ്റിറ്റ്യൂഡും അവരുടെ നോളജ് ലെവലും അതോടൊപ്പം തന്നെ അവരുടെ ആ ഒരു ആറ്റിറ്റ്യൂഡും, നെഗറ്റീവ് ആറ്റിറ്റ്യൂഡുള്ള എംപ്ലോയീസിനെ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡുള്ള എംപ്ലോയീസാക്കി മാറ്റുന്ന, അല്ലെങ്കിൽ കുറച്ചും കൂടി ഹാർഡ് വർക്കിംഗ് മെൻറ്റാലിറ്റി ഉള്ള, കുറച്ചും കൂടി നല്ല രീതിയിൽ പെരുമാറുന്ന ആൾക്കാരാക്കി മാറ്റണമെങ്കിൽ അതാണ് ആ ബിഹേവിയറൽ ചേഞ്ച് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഉദ്ദേശിക്കുന്നത്. സോ ഷുഡ് ബി മെയ്ഡ് പോസിബിൾ. സോ ദാറ്റ്സ് ദീസ് ആർ ദ 3 ഇമ്പോർട്ടൻറ്റ് ടൈപ്സ് ഓഫ് ചേഞ്ച്. ഏതൊക്കെ നോട്ട് 3, 4 ഇമ്പോർട്ടൻറ്റ്. നമ്പർ എപ്പോഴും തെറ്റിപ്പോകുന്നുണ്ട്. നേരത്തെ 5 എന്ന് പറഞ്ഞു, ഇപ്പോൾ 4 ആയി, ഇപ്പോൾ 3 എന്ന് പറഞ്ഞു. ആക്ച്വലി ദർ ആർ 4 important types of change. ഏതൊക്കെ നമ്മൾ കണ്ടേ? ദർ ഈസ് ടാസ്ക് ചേഞ്ച്, നെക്സ്റ്റ് വൺ ഈസ് സ്ട്രക്ചറൽ ചേഞ്ച്, തേർഡ് വൺ ഈസ് ടെക്നോളജിക്കൽ ചേഞ്ച്. ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആൻഡ് മോസ്റ്റ് കോംപ്ലിക്കേറ്റഡ് ടൈപ്പ് ഓഫ് ചേഞ്ച് ഈസ്, ആരെ വേണമെങ്കിൽ നമുക്ക് മാറ്റാം, പക്ഷെ മനുഷ്യന്മാരെ മാറ്റാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ദാറ്റ് ഈസ് ബിഹേവിയറൽ ചേഞ്ച് ഓർ ആറ്റിറ്റ്യൂഡ് ചേഞ്ച്. സോ ദീസ് ആർ ദ 4 important types. And in this class we have just an introduction of this change management, the concept of change management, and we have studied
the characteristics of change management, at the same time the components of change management, and studied that there are mainly four important components of change management, and type and dimension of organizational change, process of change, introduction of change. At the same time, the last one, we can continue the change management in the next class, and we can see in the next class. Thank you.